2022 ഫിഫ ലോകകപ്പ് സെമി ഫൈനൽ വരെ എത്തി ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിച്ച മൊറോക്കോ വീണ്ടും മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. സ്വന്തം നാട്ടിൽ നടക്കുന്ന അഫ്ഗോൺ കപ്പിൽ നിലവിലിത സെമി ഫൈനലിൽ എത്തിയിരിക്കുന്നു. ഖത്തർ ലോകകപ്പിൽ അവരുടെ പ്രിയപ്പെട്ട പരിശീലകനായ വാലിദ് റഗ്രഗിയുടെ കീഴിൽ തന്നെ ചരിത്രങ്ങൾ സൃഷ്ടിക്കുന്ന ഇവർ 22 വർഷങ്ങൾക്ക് ശേഷമാണ് അഫ്ഗോൺ കപ്പിന്റെ അവസാന 4-ൽ ഇടം നേടുന്നത്. 2022 ഖത്തർ ലോകകപ്പിൽ ഇവരുടെ മുന്നേറ്റത്തിന് കരുത്തേകിയ അഷ്റഫ് ഹാക്കിമി, നുസൈർ മസ്രോയി, സോഫിയാൻ അമ്രാബ്ത്, അയൂബ് എൽ കാബി, ഗോൾ കീപ്പർ യാസിൻ ബോണോ എന്നിവർ ടീമിന്റെ നെടുന്തൂണുകളായി ഇന്നും സ്ഥിരം സാന്നിധ്യമാണെങ്കിലും മൊറോക്കൻ ടീമിന് കരുത്ത് നൽകുന്ന മറ്റൊരു പേരും കൂടിയുണ്ട്. ജനിച്ച രാജ്യത്തിന് വേണ്ടി ബൂട്ട് കെട്ടുന്നതിന് പകരം തനിക്ക് ജന്മം നൽകിയ പിതാവിന്റെ നാടിന് കളിക്കാൻ നിയോഗിക്കപ്പെട്ട ബ്രഹീം ഡിയാസ്. 2024 മൊറോക്കൻ ടീമിന് വേണ്ടി അരങ്ങേറ്റം കുറിച്ച താരം 2 വർഷങ്ങൾക്കിപ്പുറം തകർക്കുന്നത് അഫ്ഗോൺ കപ്പിലെ പഴയകാല റെക്കോർഡുകളാണ്. കഴിഞ്ഞ ദിവസം കാമറൂണിനെതിരെ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിന്റെ 26-ാം മിനിറ്റിൽ അൽകാബിയുടെ പാസിൽ ബ്രഹീം വല കുലുക്കിയപ്പോൾ തകർക്കപ്പെട്ടത് അരനൂറ്റാണ്ടുകൾക്കിപ്പുറമുള്ള ഒരു റെക്കോർഡാണ്. 1968 ശേഷം അഫ്ഗോൺ കപ്പിൽ തുടർച്ചയായി 5 മത്സരങ്ങളിൽ ഗോൾ അടിക്കുന്ന ആദ്യത്തെ താരമായി മാറിയിരിക്കുകയാണ് റയൽ മാഡ്രിഡിന്റെ തൂവള ജേഴ്സിയിൽ കളിക്കുന്ന ബ്രഹീം ഡിയാസ്. ടൂർണമെന്റിന്റെ വ്യത്യസ്ത 5 മത്സരങ്ങളിൽ ഗോൾ നേടുന്ന 4ാമത്തെ താരം കൂടിയാണ് ഈ മൊറോക്കൻ ജേഴ്സിയിലെ 10ാം നമ്പറുകാരൻ. 1999 ഓഗസ്റ്റ് 3-ന് സ്പെയിനിലെ മാലാഗയിൽ ജനിച്ച ബ്രഹീം 11ാം വയസ്സിൽ തന്നെ സ്പാനിഷ് ക്ലബ്ബായ മാലാഗയുടെ യൂത്ത് ടീമിൽ പന്ത് തട്ടി തുടങ്ങി. 5 വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലീഷ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് കുടിയേറിയ ബ്രഹീം കാൽപന്തിനോട് കൂടുതൽ അടുത്തു. 2018 ഡിസംബർ വരെ സിറ്റിയിൽ തുടർന്ന ബ്രഹീം സാക്ഷാൽ പെപ് ഗോർഡിയോളയുടെ കീഴിൽ സീനിയർ ടീമിനു വേണ്ടി 15 മത്സരങ്ങളിൽ ബൂട്ട് കെട്ടിയിരുന്നു. 2 ഗോളുകളും നേടാൻ താരത്തിന് സാധിച്ചിരുന്നു. ഈ കാലയളവിൽ തന്നെ സ്പാനിഷ്, സിറ്റി യൂത്ത് ടീമുകൾക്ക് വേണ്ടിയും കളിച്ച ബ്രഹീം തന്റെ മികവ് ലോകത്തിന് കാണിച്ചു കൊടുത്തു. 2019 ജനുവരിയിൽ ഏകദേശം 17 മില്യൺ യൂറോക്ക് റയൽ മാഡ്രിഡ് താരത്തെ തട്ടകത്തിലെത്തിച്ചു. ഇന്നും ആ സ്പാനിഷ് വമ്പന്മാർക്ക് വേണ്ടി കളിക്കളത്തിൽ മാന്ത്രികത കാണിക്കുന്ന താരം പല നിർണായക മത്സരങ്ങളിലും ഗോൾ നേടി റയൽ ആരാധകരുടെ ഹൃദയങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 11 വർഷങ്ങൾക്ക് ശേഷം സീരിയയിൽ AC മിലാൻ കിരീടം ഉയർത്തുമ്പോൾ അവിടെയും താരം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. 2021 ഒരു സൗഹൃദ മത്സരങ്ങളിൽ സ്പാനിഷ് ദേശീയ ടീമിന് വേണ്ടി അരങ്ങേറ്റം കുറിച്ച് ബ്രഹീം ഗോൾ നേടിയെങ്കിലും പിന്നീട് ദേശീയ ടീമിന് വേണ്ടി ജേഴ്സി അണിയുക എന്നതൊരു സ്വപ്നം മാത്രമായി മാറി. അങ്ങനെയാണ് താരം 2023 ആ തീരുമാനമെടുക്കുന്നത്. ഇനി കളിക്കുക പിതാവിന്റെ ജന്മദേശമായ മൊറോക്കോയ്ക്ക് വേണ്ടിയാകും. തൊട്ടടുത്ത വർഷം തന്നെ മൊറോക്കോൺ ദേശീയ ടീമിലും താരം അരങ്ങേറ്റം കുറിച്ചു. ഇന്ന് വാലിദ് റഗ്രഗിയുടെ പ്രിയങ്കരനായ ബ്രഹീം ലക്ഷ്യം വെക്കുന്നത് 50 വർഷമായി മൊറോക്കൻ ആരാധകർ കാത്തിരിക്കുന്ന അഫ്ഗോൺ കിരീടമാണ്. ഖത്തർ ലോകകപ്പിൽ ആരാധകരെ വിസ്മയിപ്പിച്ച് ചരിത്രം സൃഷ്ടിച്ച മൊറോക്കോ മറ്റൊരു ലോകകപ്പും കൂടി അടുക്കുമ്പോൾ കൂടുതൽ ശക്തരായി വരികയാണ്. അതിൽ ഒരാൾ തന്നെയാണ് ഈ പറഞ്ഞ ബ്രഹീം ഡിയാസ്.